ഈ 2 പെൻ ഹോൾഡർ ഉണ്ടോ? ഇത് ഞാൻ ക്ലേ വെച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ. ഇത് സോയിൽ ക്ലേ വെച്ചാണ് ഉണ്ടാക്കിയത്. ഇതിലൊത്തിരി മിസ്റ്റേക്ക് ഉണ്ട്. അതെല്ലാം ഞാൻ വഴിയെ പറയാം. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നിങ്ങളെ കാണിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം ഞാൻ കുറച്ചൊന്ന് ആലോചിച്ചു വേണ്ടെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കിയതല്ലേ ഇട്ടേക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്ലേ എടുത്ത് വെച്ച് ഉരുട്ടി ഇതുപോലെ കുറച്ച് ലവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ചധികം ലവ് ഉണ്ട്. ഞാൻ 10 ലവ് അടക്കം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സർക്കിളും കയ്യിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേറൊരു ലവിൻ്റെ ഷേപ്പ്, അതായത് നേരത്തെ ലവ് ചുരുട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ഇപ്പോഴത്തെ ലവ് വെട്ടി ഉണ്ടാക്കിയതാണ്. ഈ ലവും ഉണ്ടാക്കിയെടുത്തു. ഇനി ഈ ലവിനെ ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടി വെള്ളമൊക്കെ തൊട്ട് അതിനെ ഒന്ന് സെറ്റാക്കി ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും ഉണക്കിയെടുത്തു. ഇത് ഞാനൊരു 15 എണ്ണം ഉണ്ടാക്കിയായിരുന്നു. അതിനും ഒരു റൗണ്ട് ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഫ്ലെക്സ് ക്യൂക്ക് എടുത്ത് വെച്ച് പണി തുടങ്ങി. ഫ്ലെക്സ് ക്യൂക്ക് എടുത്ത് വെച്ച് പണി തുടങ്ങിയപ്പോൾ ആദ്യം പണി ഫ്ലോപ്പായി. അതായത് ഞാൻ ഒട്ടിക്കും, അത് താഴെ വീഴും, ഞാൻ ഒട്ടിക്കും, അത് താഴെ വീഴും. അവസാനം ഞാൻ ഗ്ലൂ ഗണ്ണിൽ ചെന്ന് പരിപാടി തീർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഗ്ലൂ ഗണ്ണ് തേച്ചിട്ട് അതിനകത്തേക്ക് ഈ ഓരോ ലവായിട്ട് വെച്ച് കൊടുത്തു. ഈ ഗ്ലൂ ഗണ്ണ് തേക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇത് ക്ലേയുടെ ഇടയ്ക്കൂടി ഈ ഗ്ലൂ ഗണ്ണ് കാണാൻ പറ്റും. പക്ഷേ ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ഇമേജിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അതിൻ്റെ അർത്ഥം അത് മൊത്തത്തിൽ ക്ലേ കൊണ്ടുണ്ടാക്കിയതെന്നാണ്. എൻ്റെ ബുദ്ധിക്കും എൻ്റെ കഴിവിനും അത് പറ്റാത്തതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റും പോലെയാണ് ചെയ്തത്. ഞാനിതിൻ്റെ വേറൊരു വീഡിയോ എന്തായാലും ഇടും, ഞാൻ ക്ലേ വെച്ചുണ്ടാക്കുന്ന വീഡിയോ. അങ്ങനെ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തു. രണ്ടാമത്തെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് കണ്ടോ? ഞാൻ വിചാരിച്ചതല്ല അത് ഉണ്ടാക്കിയപ്പോൾ വന്നത്. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ചെയ്യാനാണ്. പക്ഷേ ഞാൻ ഷേപ്പ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതേ ലവ് എടുത്ത് വെച്ച് ഒട്ടിച്ച് അതിൻ്റെ മണ്ടയിൽ ഫസ്റ്റ് ഉണ്ടാക്കിയ ലവ് ഒട്ടിച്ചു കൊടുത്തു. കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ഫസ്റ്റ് ഞാൻ ബേസ് കോട്ടായിട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുത്തു. അക്രിലിക് പെയിൻ്റാണ് അടിച്ചത്. രണ്ടിലും ബേസ് കോട്ടായിട്ട് വൈറ്റ് അടിച്ചു കൊടുത്തു. ഇനി ബേസ് കോട്ട് വൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് കളർ അടിക്കണം എന്ന കുലങ്കശമായ ചിന്തയിൽ നിന്നും ഞാൻ ഈ പെയിൻറ്റിലോട്ട് എൻ്റെ കണ്ണ് പോയി. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. അതിൽ നിന്ന് ആദ്യം ഞാൻ പീച്ച് സെലക്ട് ചെയ്തു. എന്നിട്ട് ആ പീച്ചാണ് ഒരു ട്രേക്ക് അടിച്ചു കൊടുത്തത്. അടുത്ത ട്രേക്ക് ഞാൻ പിങ്കും അടിച്ചു കൊടുത്തു. അങ്ങനെ പീച്ചും പിങ്കും പെയിൻ്റ് അടിച്ചെടുത്ത് അതിനെ സെറ്റാക്കി എടുത്തു. പെന്നോട്ട് വെച്ചു. എന്തായാലും ശരിയായില്ലെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻ്റൊക്കെ താടേ.